നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പള്ളിയിൽ കാർ അപകടത്തിൽ പിഞ്ചുകുട്ടികളടക്കം ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. മരിച്ചത് മുണ്ടക്കയം കൂട്ടിക്കൽ സ്വദേശി ദാമോദരനും മകനും കൊച്ചുമക്കളും. അപകടം കാറും ലോറിയും കൂട്ടിയിടിച്ച്. മീനച്ചിലാറും കൈവഴികളും കരകവിഞ്ഞൊഴുകുന്നു. കോട്ടയവും പരിസരവും വെള്ളത്തിലായി. ദുരിതാശ്വാസ ക്യാമ്പുകൾ വീണ്ടും തുറന്നു. വാഴൂരിലും കാഞ്ഞിരപ്പള്ളിയിലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ബുധനാഴ്ച. വാഴൂരിൽ BJP പിന്തുണ തോമസ് വെട്ടുവേലിക്ക്, കാഞ്ഞിരപ്പള്ളിയിൽ UDF വിപ്പ് നൽകി. വായ്പൂര് വലിച്ചാൽ പാലം പണിയുടെ നിയമതടസ്സം നീങ്ങി. പണി ഉടൻ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡിൽ ചൊവ്വാഴ്ച രാവിലെ കാറും ലോറിയും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. കാറിൽ യാത്ര ചെയ്തിരുന്ന മുണ്ടക്കയം കൂട്ടിക്കൽ സ്വദേശി ദാമോദരൻ, മകൻ ഷിബി, കൊച്ചുമക്കളായ അഹല്യ, അമൽദേവ് എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ 2 പേരുടെ നില ഗുരുതരമാണ്. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 7:30 കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡിൽ 1-ാം മൈലിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. മുണ്ടക്കയം സ്വദേശി ഷിബിയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ എതിരെ വന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഷിബിയുടെ അച്ഛൻ ദാമോദരൻ, മകൾ 4 വയസ്സുകാരി അഹല്യ എന്നിവർ സംഭവസ്ഥലത്ത് മരിച്ചു. മകൻ 6 വയസ്സുകാരൻ അമൽദേവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണമടഞ്ഞു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷിബിയും ഉച്ചയോടെ മരണത്തിന് കീഴടങ്ങി. സിബിയുടെ ഭാര്യ ബിന്ദു, അമ്മ കമലാക്ഷി എന്നിവർ ഗുരുതരമായ പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. കർക്കിടകവാവിന് ബലിയിടുന്നതിന് ചങ്ങനാശ്ശേരിയിൽ പോയതിനു ശേഷം ഇപ്പോൾ താമസിക്കുന്ന 3 ലെവലിലേക്ക് പോവുകയായിരുന്നു ഷിബിയും കുടുംബവും. മുണ്ടക്കയം കൂട്ടിക്കൽ സ്വദേശികളായ ഷിബിയും കുടുംബവും ജോലിയുമായി ബന്ധപ്പെട്ടിപ്പോൾ 3 ലെവലാണ് താമസിക്കുന്നത്. ജില്ലാ പോലീസ് സൂപ്രണ്ട് MB ദിനേശ് സ്ഥലത്തെത്തി അന്വേഷണത്തിന് നേതൃത്വം നൽകി. ഗവൺമെന്റ് ചീഫ് PC ജോർജ് അപകട സ്ഥലവും മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്ന കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയും സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കോട്ടയത്തെ വെള്ളത്തിലാഴ്ത്തി മീനച്ചിലാറും കൈവഴികളും കരകവിഞ്ഞൊഴുകുന്നു. 12 വർഷത്തിനിടെ ആദ്യമായാണ് ആറ്റിൽ ഇത്രയും വെള്ളം പൊങ്ങുന്നതെന്ന് സമീപവാസികൾ പറഞ്ഞു. വീടുകൾ വെള്ളത്തിലായതോടെ മണർകാട്, മധുരഞ്ചേരി നിവാസികൾ വീണ്ടും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി. തോരാതെ പെയ്യുന്ന കനത്ത മഴയിൽ മീനച്ചിലാർ കരകവിഞ്ഞൊഴുകുകയാണ്. മീനച്ചിലാറിന്റെ ഉത്ഭവസ്ഥാനമായ തീക്കോയിൽ തിങ്കളാഴ്ച രാത്രി ഉരുൾപൊട്ടിയതോടുകൂടി 12 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിനാണ് ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്. മീനച്ചിലാറിന്റെ കൈവഴിയായ മീനന്തലയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ മധുരഞ്ചേരിക്കാർ 3ാമതും ദുരിതാശ്വാസ ക്യാമ്പിലെത്തി. വിജയപുരം ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിൽ മീനന്തലയാറിനും മധുരഞ്ചേരി റോഡിനും ഇടയിൽ താമസിക്കുന്ന 9 കുടുംബങ്ങൾക്കും ഓരോ മഴക്കാലവും ദുരിതപൂർണ്ണമാണ്. ഇത്തവണ 3ാമത് പ്രാവശ്യമാണ് ഇവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുന്നത്. മുഴുവൻ കുടുംബങ്ങളെയും കഴിഞ്ഞ 2 തവണയും മാറ്റിപ്പാർപ്പിച്ചിരുന്നില്ല. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന 9 വീടുകളും വെള്ളത്തിലായതോടെ 40ഓളം ആളുകളെ പുത്തൻപറമ്പ് EALP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. റവന്യൂ, പഞ്ചായത്ത്, ആരോഗ്യ വകുപ്പുകളിൽ നിന്നുള്ള അധികൃതർ ക്യാമ്പിൽ താമസിക്കുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിൽ സർക്കാരിൽ നിന്നുള്ള എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുമെന്ന് വാർഡ് മെമ്പർ റോയി ജോൺ പറഞ്ഞു. 40 അംഗങ്ങൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇപ്പോൾ നിലവിലുണ്ട്. അതുപോലെ തന്നെ വില്ലേജിൽ നിന്ന് എല്ലാ ആൾക്കാരും വന്നു, കളക്ടറേറ്റിൽ നിന്ന് ആൾക്കാർ വന്നു. അവർ വേണ്ട സൗജന്യ റേഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. റോഡുകളിലെല്ലാം വെള്ളം കയറിയതോടെ പല സ്ഥലങ്ങളിലും വാഹന ഗതാഗതം സ്തംഭിച്ചു. ചില സ്ഥലങ്ങളിൽ വൈദ്യുതി മുടക്കവും ഉണ്ടായിട്ടുണ്ട്. പുത്തൻപറമ്പിൽ കൂടാതെ പാറമ്പുഴ, ഞാറക്കൽ എന്നിവിടങ്ങളിലും വിജയപുരം ഗ്രാമപഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ബുധനാഴ്ച നടക്കും. ബേബി വട്ടക്കാട് രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. UDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് PA ഷമീറാണ്. LDFന്റെ നിലപാട് ബുധനാഴ്ച രാവിലെ പാർലമെന്ററി പാർട്ടി കൂടി തീരുമാനിക്കും. UDFന് ഭൂരിപക്ഷമുള്ള കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ ആദ്യ 2.5 വർഷം പ്രസിഡന്റ് സ്ഥാനം ബേബി വട്ടക്കാടിനും തുടർന്നുള്ള 2.5 വർഷം അഡ്വക്കേറ്റ് PA ഷമീറിനും നൽകണമെന്ന ധാരണ നിലനിന്നിരുന്നു. എന്നാൽ പ്രസിഡന്റ് സ്ഥാനം പങ്കിടുന്നത് സംബന്ധിച്ച കരാർ ജനാധിപത്യ വിരുദ്ധ മാർഗത്തിലൂടെ സൃഷ്ടിച്ചതാണെന്ന് ആരോപിച്ച് ബേബി വട്ടക്കാട് രാജിക്ക് വിസമ്മതിച്ചിരുന്നു. തുടർന്ന് ബേബി വട്ടക്കാടിനെതിരെ UDFിലെ അംഗങ്ങൾ തന്നെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകി. പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി UDFിലും കോൺഗ്രസിലും അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ DCC നേതൃത്വം കോൺഗ്രസ് അംഗങ്ങൾക്ക് അഡ്വക്കേറ്റ് PA ഷമീർ വോട്ട് ചെയ്യാൻ വിപ്പ് നൽകിയിട്ടുണ്ട്.
23 പഞ്ചായത്ത് ഭരണസമിതിയിൽ കോൺഗ്രസ് 9, കേരള കോൺഗ്രസ് 5, മുസ്ലിം ലീഗ് 2, BJP 1, കേരള കോൺഗ്രസ് B 1, LDF 5 എന്നതാണ് കക്ഷിനില. LDFന്റെ നിലപാട് ബുധനാഴ്ചയെ തീരുമാനിക്കുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. വാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര അംഗം തോമസ് വെട്ടുവേലിയെ പിന്തുണയ്ക്കാൻ BJP തീരുമാനിച്ചു. ബുധനാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDFന്റെയും BJPയുടെയും പിന്തുണയുള്ള തോമസ് വെട്ടുവേലി തെരഞ്ഞെടുക്കപ്പെടുമെന്ന് ഇതോടെ ഉറപ്പായി. VP റെജിയാണ് LDF സ്ഥാനാർത്ഥി. വാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF പിന്തുണയോടെ മത്സരിക്കുന്ന തോമസ് വെട്ടുവേലിക്ക് പിന്തുണ നൽകാൻ BJP തീരുമാനിച്ചു. ഇതോടെ 16 അംഗ പഞ്ചായത്ത് സമിതിയിൽ 9 പേരുടെ പിന്തുണ തോമസ് വെട്ടുവേലി ഉറപ്പാക്കി. 2010 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ജോസ് കെ ചെറിയാനെ പിന്തുണച്ചതിന് പകരമായി 2.5 വർഷത്തേക്ക് തോമസ് വെട്ടുവേലിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാമെന്ന ധാരണയുണ്ടായിരുന്നു. ഇതനുസരിച്ച് ജോസ് കെ ചെറിയാൻ രാജിവെച്ച ഒഴിവിലാണ് ബുധനാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ശ്രീ തോമസ് വെട്ടുവേലിക്ക് നാളത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി UDF പിന്തുണയ്ക്കും. 16 അംഗ സമിതിയിൽ LDFന് 7ഉം UDFന് 6ഉം BJPക്ക് 2 അംഗങ്ങളുണ്ട്. തോമസ് വെട്ടുവേലി ഏക സ്വതന്ത്ര അംഗവും. BJPയുടെ 2 അംഗങ്ങൾ പിന്തുണയ്ക്കുന്നതോടെ തോമസ് വെട്ടുവേലിക്ക് ഭൂരിപക്ഷം ഉറപ്പായിട്ടുണ്ട്. ഇപ്പോൾ BJP പിന്തുണയ്ക്കുന്നത് LDFനും UDFനും എതിരായിട്ട് മത്സരിച്ച ചാമ്പതാല് 10ാം വാർഡിൽ നിന്ന് വിജയിച്ച സ്വതന്ത്ര അംഗം ശ്രീ തോമസ് വെട്ടുവേലിയാണ് BJP സപ്പോർട്ട് ചെയ്യുന്നത്. VP റെജി LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കഴിഞ്ഞ തവണ BJP വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതിനാൽ UDF LDF സ്ഥാനാർത്ഥികൾക്ക് 7 വീതം വോട്ട് ലഭിച്ചിരുന്നു. നറുക്കെടുപ്പിലൂടെയാണ് അന്ന് UDFലെ ജോസ് കെ ചെറിയാനെ തെരഞ്ഞെടുത്തത്. നാളെ നടക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് അംഗമായിട്ടുള്ള ശ്രീ VP റെജിയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിച്ച INTUCയുടെ സമ്മന്നതനായ നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ പൂനാട്ടപ്പച്ചനെ പരാജയപ്പെടുത്തിയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കേണ്ട വലിയ ഗതികേടിലാണ് ഇന്ന് വാഴൂർ പഞ്ചായത്തിലെ UDF നേതൃത്വം. മുൻപ് കേരള കോൺഗ്രസ് എം അംഗമായിരുന്ന തോമസ് വെട്ടുവേലി സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിക്കുകയായിരുന്നു. UDFന്റെയും BJPയുടെയും പിന്തുണയ്ക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു. ഞാൻ 10ാം വാർഡ് ഇളങ്ങോയി വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. 5 വർഷവും സ്വതന്ത്രനായി നിൽക്കും എന്നുള്ള കാര്യമാണ് ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് വരെ ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, സ്വതന്ത്ര അംഗം എന്ന നിലയിലാണ് പഞ്ചായത്തിൽ നിലകൊള്ളുക. അതുകൊണ്ട് എല്ലാവരുടെയും, അതായത് 15 മെമ്പർമാരുടെയും വോട്ട് എനിക്ക് തരണം എന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. നാട്ടുകാരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് വായ്പൂര് വലിച്ചൽ പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് അടുത്തയാഴ്ച പാലം പണി തുടങ്ങും. 2 വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ചെങ്കിലും വിവിധ കാരണങ്ങളാൽ മുടങ്ങിപ്പോയ വലിച്ചേൽ പാലത്തിന്റെ നിർമ്മാണം അടുത്ത ആഴ്ച ആരംഭിക്കും. ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് പാലം നിർമ്മാണം പുനരാരംഭിക്കുന്നതെന്ന് രാജു അബ്രഹാം MLA പറഞ്ഞു. ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം അവർ കൊണ്ടുവന്നു. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഹൈക്കോടതി കേസ് പെട്ടെന്ന് വിളിച്ച് ഒരു ഉത്തരവ് ഇട്ടത്. ഞങ്ങൾ പ്രധാനമായിട്ടും വെച്ച ഒരു കാര്യം വളരെ അപകടകരമായ നിലയിൽ പഴയ പാലം നിൽക്കുകയാണ്. അതിൽ കൂടിയാണ് ഗതാഗതം. എന്തെങ്കിലും ഒരു കലാമിറ്റി വരികയാണെങ്കിൽ ആർക്കും അതിന് ഉത്തരവാദിത്വം വഹിക്കാൻ കഴിയില്ല എന്ന വിവരം നമ്മൾ ഹൈക്കോടതിയെ അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി പ്രത്യേകമായി വാദം കേട്ട് ഇപ്പോൾ രണ്ടാമത് കരാർ ഏറ്റെടുത്ത വ്യക്തിക്ക് തന്നെ, ശ്രീ തിരുവല്ല മുളമുക്കിൽ കൺസ്ട്രക്ഷൻസ്, അവർ തന്നെ പാലം എഗ്രിമെന്റ് വെച്ച് നിർമ്മാണം ആരംഭിച്ചോളാൻ പറഞ്ഞു. കാലപ്പഴക്കം മൂലം ബലക്ഷയത്തിലായ പാലത്തിലൂടെ വാഹനയാത്ര അപകടമാണെന്നും പാലത്തിന്റെ നിർമ്മാണത്തിന്റെ തടസ്സം നീക്കണമെന്നും ആവശ്യപ്പെട്ട് MLAയും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KE അബ്ദുൾ റഹ്മാനും നൽകിയ പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചാണ് കോടതി പാലം നിർമ്മിക്കാൻ ഉത്തരവിട്ടത്. 2 വർഷം മുമ്പ് പാലം നിർമ്മാണം ആരംഭിച്ച കോൺട്രാക്ടർ അപ്രോച്ച് റോഡ് നിർമ്മിച്ചത് തകർന്നുപോയതിനെ തുടർന്ന് പാലം നിർമ്മാണം ഉപേക്ഷിച്ചു. തുടർന്ന് 6 മാസം മുമ്പ് പാലം നിർമ്മാണം പുതിയ കോൺട്രാക്ടർക്ക് കൈമാറിയെങ്കിലും പഴയ കോൺട്രാക്ടർ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തതിനാൽ നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ തടസ്സമാണ് കോടതിയുടെ ഉത്തരവോടെ മാറിയിരിക്കുന്നത്.
പാലം നിർമ്മിക്കുന്നതിനായുള്ള മെറ്റലും കമ്പികളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇപ്പോൾ ഇറക്കുകയാണ്. അടുത്ത ആഴ്ച പാലം നിർമ്മാണം പുനരാരംഭിക്കും. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. സോളാർ തട്ടിപ്പിന് കൂട്ടുനിന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ പ്രചാരണ ജാഥ തുടങ്ങി. ഓഗസ്റ്റ് 12-ന് ആരംഭിക്കുന്ന അനിശ്ചിതകാല സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് മുന്നോടിയായുള്ള പ്രചാരണ ജാഥയ്ക്ക് പുതുപ്പള്ളിയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. സോളാർ തട്ടിപ്പിന് കൂട്ടുനിന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്നാവശ്യപ്പെട്ടാണ് LDF സെപ്റ്റംബർ 12 മുതൽ അനിശ്ചിതകാല സെക്രട്ടേറിയറ്റ് ഉപരോധം ആരംഭിക്കുന്നത്. സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥം CPI ജില്ലാ സെക്രട്ടറി CK ശശിധരൻ ക്യാപ്റ്റനായുള്ള ജില്ലാ പ്രചരണ ജാഥ ജില്ലയിൽ പര്യടനം ആരംഭിച്ചു. ജാഥ ക്യാപ്റ്റനെ കൂടാതെ LDF കൺവീനർ VR ഭാസ്കരൻ, K സുരേഷ് കുറുപ്പ് MLA, VN വാസവൻ, CJ ജോസഫ്, അഡ്വക്കേറ്റ് K അനിൽകുമാർ, അഡ്വക്കേറ്റ് V ജയപ്രകാശ്, അഡ്വക്കേറ്റ് CK സന്തോഷ് കുമാർ, ജോൺ V ജോസഫ്, അഡ്വക്കേറ്റ് CG സേതുലക്ഷ്മി എന്നിവരും ജാഥ അംഗങ്ങളാണ്. പ്രചരണ ജാഥയ്ക്ക് പുതുപ്പള്ളിയിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. നിയമസഭാ വേദിയിൽ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇതിന് ഇത്ര വ്യാപ്തിയുണ്ട്, അല്ലെങ്കിൽ ഇത്ര വലിയ ഒരു തട്ടിപ്പാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് പൂർണ്ണമായ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും ഈ തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുതൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നമുക്ക് കാണുവാനുള്ളത്. ഞായറാഴ്ച വൈകിട്ട് ഉദ്ഘാടനം ചെയ്ത പ്രചരണ ജാഥ തിങ്കളാഴ്ച കുമാരനെല്ലൂരിൽ നിന്നും ആരംഭിച്ച് കറുകച്ചാലിൽ സമാപിച്ചു. രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച പൊന്തൻപുഴയിൽ നിന്നും ആരംഭിച്ച പര്യടനം പാലായിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, മണർകാട്. കലയെ വേലിക്കെട്ടുകൾക്കുള്ളിൽ തളച്ചിടാതെ സാമൂഹ്യ സ്വത്തായി വളർത്തിയെടുക്കണമെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ. കോട്ടയത്ത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഒരുക്കിയ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോട്ടയം തിരുനക്കര പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനിയിലാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള കലാസന്ധ്യ അരങ്ങേറിയത്. കലാസന്ധ്യയുടെ ഉദ്ഘാടനം LDF കൺവീനർ വൈക്കം വിശ്വൻ നിർവഹിച്ചു. ഏത് കലാമാധ്യമവും അതിന്റെ പരിശുദ്ധി നിലനിർത്താൻ ദന്തഗോപുരത്തിൽ തന്നെ സൂക്ഷിക്കണമെന്ന വാദം ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ യാഥാസ്ഥിതികമായി ഈ ചിന്തകൾക്ക് ഇന്ന് മാറ്റം വന്നതായി വൈക്കം വിശ്വൻ അഭിപ്രായപ്പെട്ടു. കല അടിച്ചമർത്തലിനെ അതിജീവിച്ചു. കലയെ വേലിക്കെട്ടുകൾക്കിടയിൽ തളച്ചിടാതെ സാമൂഹ്യ സ്വത്തായി ഉയർത്തണമെന്ന് വൈക്കം വിശ്വൻ പറഞ്ഞു. പ്രയോജനപ്പെടുത്തുന്നവർ കല പ്രചരിപ്പിക്കപ്പെടാനുള്ളതല്ല എന്നും കല എന്ന് പറയുമ്പോൾ പരിശുദ്ധവും യുക്തവും അങ്ങനെ ദന്തഗോപുരത്തിൽ ഇരിക്കേണ്ടതാണെന്നും വാദിച്ചുറപ്പിക്കുന്ന ഒരു സമയം ശക്തിയായിട്ടുണ്ട്. വിവിധ സാഹിത്യ മത്സരങ്ങളിൽ വിജയികളായവർക്ക് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KK ശൈലജ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കലാമത്സര വിജയികൾക്ക് സിനിമാ ആർട്ടിസ്റ്റ് ശ്രുതിബാലയും സമ്മാനങ്ങൾ നൽകി. ജില്ലാ പ്രസിഡന്റ് പത്മചന്ദ്രൻ, സെക്രട്ടറി രമാമോഹൻ, അഡ്വക്കേറ്റ് റജി സക്കറിയ, KV ബിന്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു. സമ്മേളനത്തിന് ശേഷം നടന്ന വയലാർ ഗാനസന്ധ്യ അവിസ്മരണീയമായി. ഈ മാസം 9-ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം.